കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് മാറിയ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ ഇന്ന് തിരിച്ചെത്തും. രാവിലെ 10 മണിക്ക് KPCC ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനിൽ നിന്ന് സ്ഥാനം ഏറ്റെടുക്കും. സുധാകരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേയുള്ള പദവി ഏറ്റെടുക്കൽ. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സൂര്യ, നേരത്തെ തന്നെ ശ്രീ സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളുമൊക്കെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സുധാകരൻ ഒരു ധൃതി കാണിച്ചു എന്നുള്ളൊരു വികാരം കോൺഗ്രസിൽ ശക്തമായിട്ടുണ്ടോ? ലിബീഷ് അത്തരത്തിൽ വ്യക്തമാക്കിയ സ്ഥിതിക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് അവലോകന യോഗം KPCCയിൽ നടക്കുന്ന സമയത്ത് അത്തരത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം സുധാകരന് തിരികെ ലഭിക്കും എന്ന കാര്യമാണ് പൊതുവെ അറിയാൻ സാധിച്ചിരുന്നത്. ഈ പാർട്ടിക്കുള്ളിൽ നിന്നും അറിയാൻ സാധിച്ചിരുന്നതും അത്തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ ചർച്ചയിലാണ് ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം MM ഹസന് നൽകിയത് ഹൈക്കമാൻഡ് ആണെന്നും ഇത്തരത്തിൽ ആ ചുമതല മാറ്റി കെ സുധാകരനിലേക്ക് പോകുമ്പോൾ ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ അവരുടെ അനുമതി വേണം എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറയുകയും അതിന് മറ്റ് നേതാക്കൾ കൂടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടെയാണ് കെ സുധാകരന് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ കഴിയാതെ പോയത്. തുടർന്ന് ഹൈക്കമാൻഡിനെ കെ സുധാകരൻ തന്റെ അതൃപ്തി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. AICCയെ കാര്യം നേരിട്ട് ബോധ്യപ്പെടുത്തി. അതിനുശേഷമാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്ത് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കൂടുതൽ ചർച്ചകളിലേക്കോ പോകേണ്ട കാര്യമില്ല എന്ന തീരുമാനമെടുത്തത്. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ 10 മണിക്ക് തന്നെ KPCC അധ്യക്ഷ സ്ഥാനം തിരിച്ച് കെ സുധാകരന് തന്നെ നൽകണം എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടത്. എന്തായാലും കണ്ണൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം സമയത്താണ് ഈ KPCC അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് കെ സുധാകരൻ പോകുന്നത്. അതിനുശേഷം കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഇത്തരത്തിൽ ചുമതല തിരികെ ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അന്നത്തെ ചർച്ചകൾക്കൊക്കെ ശേഷം ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇത്തരത്തിൽ ചുമതല കൈമാറ്റത്തിനെ പറ്റി കൂടുതൽ ആലോചനകൾ നടത്താം എന്നൊരു രീതിയാണ് ഈ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ അതിനുശേഷം അറിയുവാൻ സാധിച്ചിരുന്നത്. അതേ തുടർന്നാണ് ഈ കെ സുധാകരൻ തന്നെ തന്റെ അതൃപ്തി നേരിട്ട് അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 10 മണിക്ക് KPCC ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായ MM ഹസൻ തന്നെയാണ് കെ സുധാകരന് ചുമതല കൈമാറുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കും കൂടുതൽ ചർച്ചകളിലേക്കൊന്നും ഈ ഒരു വിഷയത്തിൽ പോകേണ്ട, ഈ ഒരു ഘട്ടത്തിൽ പോകേണ്ട എന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവർ എടുത്തിട്ടുള്ളത്. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ അധ്യക്ഷ സ്ഥാനം തിരികെ നൽകുന്നതിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ പാർട്ടി കടക്കുന്നത്. ലിബീഷ്. ശരി സൂര്യ, KPCC അധ്യക്ഷ പദവിയിലേക്ക് കെ സുധാകരൻ തിരിച്ചെത്തുന്നു. വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.